ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ മലയാളികളും ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അബ്ദുറഹീം ആ ഇക്കയുടെ ഒരു മോചനം എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ കൊണ്ട് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു തുകയാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരുമായിട്ട് എന്താ പറയുക, എത്രയും പെട്ടെന്നില്ല 34 കോടി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു തുകയാണ് അല്ലേ. ഇനിയിപ്പോൾ എത്ര പണക്കാരനായാൽ കൂടി 34 കോടി എടുക്കണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വരെ വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് ഒന്നോ രണ്ടോ ചെറുതോ എന്തോ ആകട്ടെ അല്ലേ, എല്ലാ സംഖ്യകളും ഒരുമിച്ച് ചേർത്തിട്ട് ആ ഒരു പൈസ നമ്മളെല്ലാവരും കൂടി ഒപ്പിച്ചെടുത്തു അല്ലേ. ആ ഒരു ഉമ്മാക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല തൻ്റെ മകനെ ഇനി ജീവിതത്തിൽ ഒരിക്കൽ കൂടി ജീവനോടെ കാണാൻ പറ്റും അല്ലേ, തൻ്റെ അരികിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസം ആ ഉമ്മാക്ക് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ ഒരു പൈസ എല്ലാം സംഘടിപ്പിച്ച് നമ്മൾ ആ ഒരു അബ്ദുറഹീം ഖാൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ പൈസയും നമ്മൾ സംഘടിപ്പിച്ചെടുത്തു. എന്നിട്ട് ആ പൈസ നമ്മൾ അവിടെ കൊടുത്തിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മലയാളികളും വെയിറ്റിംഗ് ആണ് അല്ലേ. ഇനി എന്താണ് ആ ഒരു റിലീസും കാര്യങ്ങളും എന്താണെന്നൊക്കെ അതിന് പിന്നിൽ കുറേ നൂലാമാലകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പൈസ കൊടുത്ത് വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മുന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇനി റിലീസ്. അപ്പോൾ റിലീസിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഒരു കടമ അല്ലെങ്കിൽ ഒരു ഘട്ടം എന്ന് പറയുന്നത് അബ്ദുറഹീം ഖാൻ ഒരു ഫോട്ടോ എടുക്കലാണ്. അവർ ജയിലിൽ വെച്ചിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കും, റിലീസിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരട്ടാ. ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അബ്ദുറഹീം ഖാൻ്റെ പഴയ കാലത്തുള്ള ഒരു ഫോട്ടോ മാത്രമാണ് നമ്മളെല്ലാവരും ഇന്നേ വരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഫോട്ടോ, ഈ പ്രായത്തിലുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമായിട്ടിരിക്കുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് നമുക്ക് പറയുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും കരുതി കൂട്ടിയിട്ടല്ല ഒരു ജീവൻ എടുത്തത്. നമുക്കറിയാം, ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഇല്ലേ തന്നെ എന്താ പറയുക, ഒരു സ്വയരക്ഷ എന്നല്ല, എന്താ പറയുക, ഒരു കയ്യബദ്ധം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അത് എന്താ പറയുക, ഒരു ഇത് മറക്കാൻ ശ്രമിക്കുകയും അതിന് പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അദ്ദേഹം ജയിലിലായത്. നമുക്കറിയാം, ആദ്യം അത് മറക്കാൻ നോക്കി. അപ്പോൾ അവർക്ക് ആ കുടുംബക്കാർക്ക് എന്താ പറയുക, കുട്ടിയുടെ കുടുംബക്കാർക്ക് ഒരുപാട് ദേഷ്യം കാര്യങ്ങളൊക്കെ വന്ന് പിന്നീട് സത്യമൊക്കെ തുറന്നു പറഞ്ഞെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആ ഉമ്മയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതില്ലേ. കാരണം തൻ്റെ മകന് വേണ്ടിയിട്ട് ആ ഉമ്മയുടെ ഒരു കണ്ണീര് കണ്ട ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ ഉമ്മ. അപ്പോൾ ആ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്, ഉമ്മയോടൊന്ന് ചിരിക്കൂ എന്നെല്ലാവരും പറയുമ്പോൾ ആ ഉമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൻ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കട്ടെ, അപ്പോഴാണ് എനിക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞാൽ റിലീസാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ സത്യമാവട്ടെ, നമുക്ക് തീർച്ചയായിട്ടും 7 ദിവസം കഴിഞ്ഞ് റിലീസായിട്ട് ആ ഉമ്മയും മകനെയും ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടട്ടെ. അപ്പോൾ നമുക്കറിയാം, അബ്ദുറഹീം ഖാനെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ട ഒരു പേരാണ് ബോച്ചെ അല്ലേ. അപ്പോൾ നമുക്കറിയാം, ബോച്ചയെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹണി റോസിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളും ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി എന്ത് തന്നെ ആയാലും ഇന്ന് ഈ അബ്ദുറഹീം ഖാൻ്റെ ഒരു മോചനം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു പേര് ഈ ബോച്ചെ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു സംഖ്യ നമ്മളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ലായിരുന്നു. അപ്പം ഇനി അദ്ദേഹത്തെ പറ്റിയിട്ട് ആളുകൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് കാരണമാണ് നമ്മളെ കൊണ്ട് ഇത്രയും തുക എല്ലാവർക്കും കൂടിയിട്ട് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഉമ്മയുടെ ഒരു എന്താ പറയുക പ്രാർത്ഥന എന്നും ആ ഒരു ബോച്ചയ്ക്കൊപ്പം ഉണ്ടാവും, കാരണം നാട്ടുകാർക്കൊപ്പം ഉണ്ടാവും. കാരണം ആ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതിയ ഒരു മകനെയാണ് ജീവനോടെ ആ ഉമ്മക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പറ്റട്ടെ. പിന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ബോച്ച തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാം. വന്നു കഴിഞ്ഞാൽ അതിന് വഴിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുത്ത് ആ മകനെ എത്തട്ടെ.